ആലപ്പുഴ ജില്ലാ സമ്മേളനം സമാപിച്ചിരിക്കുകയാണ്. ഇത്തവണ 4 പുതുമുഖങ്ങളാണ് സമ്മേളനത്തിൽ പുതിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കിപ്പം യു പ്രതിഭ ഇവിടെയുണ്ട്. പുതിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. സന്തോഷമാണ്. കാരണം പുന്നപ്രവയലാറിന്റെ വിപ്ലവ മണ്ണിലല്ലേ, ഒരുപാട് സന്തോഷം. ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? നേരത്തെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും കൊണ്ടുപോകുക? വിവാദം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ മീഡിയയിലൊക്കെ പറയുന്നതല്ലേ. സന്തോഷം. ഈ സമയത്ത് മറ്റ് ഒന്നും പറയാൻ ആഗ്രഹിക്കില്ല. സന്തോഷം, അത്രയേ ഉള്ളൂ. അഭിവാദ്യങ്ങൾ. പുതിയ 4 പേരാണുള്ളത്. അത് യുവാക്കളും വനിതകളും ഒക്കെയാണ്. ആ പാനലിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വരുന്നൊരു സമയമാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലമാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. പാർട്ടിയുടെ ഏത് ചെറുതും വലുതുമായി എവിടെ പാർട്ടിക്ക് അങ്ങനെയില്ലല്ലോ. ഏത് ഉത്തരവാദിത്വവും ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ബ്രാഞ്ച് മെമ്പർ ആണെങ്കിലും ജില്ലാ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ ചെയ്യാന്നുള്ളതാണ്. എല്ലാവരുടെയും പാർട്ടി പ്രവർത്തനം സഖാവെന്നുള്ളതാണല്ലോ പ്രൈമറി ഉത്തരവാദിത്വം. കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചില ആളുകൾ കൊഴിഞ്ഞു പോകുന്നു, പാർട്ടി വിട്ടു പോകുന്നു. ബിബിൻസി ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് BJP-ലേക്ക് പോകുന്നു. കുറെ ആളുകൾ പാർട്ടി വിട്ട് BJP-ലേക്ക് പോയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പം ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഇനി എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു പ്രവർത്തനത്തെ കൊണ്ടുപോകും? എന്റെ 3 ദിവസം നടന്ന സമ്മേളനത്തിൽ ഇത്തരം ചർച്ചകളെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ആധികാരികമായിട്ട് മുഖ്യമന്ത്രി അടക്കം പാർട്ടി സെക്രട്ടറി അടക്കം മറുപടി പറഞ്ഞൊരു വിഷയമാണല്ലോ. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ജനപ്രതിനിധി എന്ന നിലയിലാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളും ചെയ്യും. പാർട്ടിയിലേക്ക് അടുപ്പിക്കും. തീർച്ചയായിട്ടും. സന്തോഷമല്ലേ. ശരി, താങ്ക് യു. സന്തോഷം. യു പ്രതിഭയാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് ആലപ്പുഴ.